ബാറക്കുമോ. ത്രിയേക ദൈവ തിരുനാമത്തിന് മഹത്വം. സ്നേഹമുള്ളവരെ, പ്രാർത്ഥനയോടുകൂടെ ഈ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആയിരിക്കുന്ന ഇടങ്ങളിൽ ഒരു നിമിഷം ശിരസ്സുകളെ നമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാൻ, ആത്മനൽവരങ്ങൾ നിത്യവും പ്രകാശിപ്പാൻ, ആത്മദായക നിരന്തരമായി എന്നിലാത്മദാനങ്ങൾ പകരണമേ. സ്നേഹവാനായ ദൈവമേ, ഈ ശുശ്രൂഷയിലൂടെ അങ്ങയുടെ സ്വർഗീയമായ ശബ്ദം ശ്രവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ദൈവനാമ മഹത്വത്തിനായി ഈ ശുശ്രൂഷ തീരണം. പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. ത്രിയേക ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കീഴിലം സെന്റ് തോമസ് ധ്യാന കേന്ദ്രം വിശ്വാസ സമൂഹത്തിനു വേണ്ടി പ്രാർത്ഥനയോടെ ഒരുക്കുന്ന വചനസന്ധ്യ എന്ന എവൻഗേലിയോൻ സന്ദേശ ശുശ്രൂഷയിലേക്ക് ദൈവനാമത്തിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഒരു പിതാവിനോട് ഒരിക്കൽ ഒരു മനുഷ്യൻ ചോദിച്ചു, ഒരു വിശ്വാസിയും ഒരു വിശുദ്ധനും തമ്മിലുള്ള ദൂരം എന്താണ്? ആ പിതാവ് ഇങ്ങനെ മറുപടി പറഞ്ഞു, വിശ്വാസികൾ ദൈവാനുഗ്രഹത്തിന്റെ പിന്നാലെ പോകുമ്പോൾ വിശുദ്ധൻ ദൈവത്തിന്റെ പുറകെ പോകുന്നുണ്ട്. ഒരു വിശ്വാസിയിൽ നിന്ന് ഒരു വിശുദ്ധനിലേക്കുള്ള യാത്രയാണ് ക്രിസ്തീയതയുടെ കാതൽ എന്ന് പറയുന്നത്. സ്നേഹമുള്ളവരെ, റോമാലേഖനം 8-ാം അധ്യായം 28-ാമത്തെ തിരുവചനത്തിലൂടെ പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, വിളിക്കപ്പെടുവാൻ നിർണയിക്കപ്പെട്ടവർക്ക് എല്ലാറ്റിലും നന്മയ്ക്കായി താൻ സഹായിക്കുന്നു എന്ന് നാം അറിയുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നന്മയ്ക്കായിട്ട് സകലതും വ്യാപരിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ആയതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ സ്വർഗീയമായിരിക്കുന്ന കാഴ്ചപ്പാടുകൾ ഉണ്ടാകണമെന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്. അപ്രകാരമുള്ള ഒരു സ്വർഗീയമായ കാഴ്ചപ്പാട് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളിൽ ഒന്നായിരിക്കുന്ന സമ്പത്തിനെ കുറിച്ചുള്ള ഒരു നല്ല പഠിപ്പിക്കലാണ് ഇന്നത്തെ വചനഭാഗത്തിലൂടെ കർത്താവ് നമുക്കായിട്ട് നൽകുന്നത്. രക്ഷാകരമായ സ്ലീബ പെരുന്നാളിനെ തുടർന്നു വരുന്ന 4-ാമത്തെ ഞായറാഴ്ച ശുദ്ധമുള്ള ലൂക്കോസ് എവൻഗേലിയോസ് എഴുതിയ നമ്മുടെ കർത്താവിന്റെ രക്ഷാസുവിശേഷം അതിന്റെ 16-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. സ്നേഹമുള്ളവരെ, ജനനത്തിനും മരണത്തിനുമിടയിൽ എന്തൊക്കെയോ പ്രതീക്ഷകൾ നിറവേറ്റുവാൻ വേണ്ടി ജീവിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഈ പ്രതീക്ഷകൾക്ക് വേണ്ടി നാം പരക്കം പായുമ്പോൾ, സ്നേഹമുള്ളവരെ, വചനം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 16-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വചനം, ദൈവമോ നിങ്ങളുടെ ഹൃദയങ്ങളെ അറിയും. മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായത് ദൈവത്തിന്റെ മുമ്പിൽ അർപ്പണം. അപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ ശ്രേഷ്ഠമായത്, ഉന്നതമായത് സമർപ്പിക്കുവാൻ ഹൃദയങ്ങളെ അറിയുന്ന ദൈവം ആഗ്രഹിക്കുന്നു എന്ന് വചനം ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ വചനത്തിലൂടെ വെളിപ്പെടുത്തുന്നുണ്ട്, നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും ഒന്നിച്ച് സേവിക്കുവാൻ കഴിയുകയില്ല. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 13-ാമത്തെ പരിശുദ്ധ വചനഭാഗമാണ്. സ്നേഹമുള്ളവരെ, ഒരു ചിന്ത മാത്രം നിങ്ങളുമായിട്ട് പങ്കുവെച്ച് ശുശ്രൂഷ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. വിശ്വസ്തയോടുകൂടെ ദൈവത്തെ സ്നേഹിക്കുന്നവരാകുവാൻ നമുക്ക് ഇടയായിത്തീരും. പ്രിയപ്പെട്ടവരെ, വിശ്വസ്തയോടുകൂടെ ദൈവത്തെ സ്നേഹിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. രണ്ടുപേരെയും, ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കുവാൻ സാധിക്കില്ല എന്ന് പറയും. അപ്പോൾ തന്നെ നാം ഓർക്കണം,
നമ്മുടെ ശ്രദ്ധ എവിടെയാണെന്ന്, നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ പരക്കം പാച്ചിലുകളും എവിടെയാണെന്നും, ഹൃദയത്തിലെ ആഗ്രഹം എന്തെന്നും ഹൃദയങ്ങളെ അറിയുന്ന ഒരു ദൈവം അറിയുന്നു എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, മാമോൻ എന്ന ഒരു പദം, ആ പദത്തിന്റെ അർത്ഥം നാം മനസ്സിലാക്കുമ്പോൾ നാം എന്തിലാണോ ശ്രദ്ധ വെക്കുന്നത്, എന്തിലാണോ നാം ആശ്രയം വെക്കുന്നത്, ആ വസ്തുവാണ് മാമോൻ എന്നാണ് അതിന്റെ മൂലമായ അർത്ഥം. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ശ്രദ്ധ ക്രിസ്തുവിലാണോ? നമ്മുടെ ശ്രദ്ധ ക്രിസ്തുവിലാണോ? അതോ ദൈവം നമുക്ക് ദാനമായി തന്നിട്ടുള്ള അനുഗ്രഹങ്ങളിൽ നമ്മൾ മതിമറന്ന് അതിൽ ശ്രദ്ധയൂന്നിയാണോ നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ വചനം പഠിക്കുമ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമാണ്. സമ്പത്ത്, സ്ഥാനമാനങ്ങൾ, ഇതെല്ലാം ദൈവം നൽകുന്ന അനുഗ്രഹമാണ്. പിതാക്കന്മാരെ, അബ്രാഹാമിനെ, ഇസ്ഹാക്കിനെ, യാക്കോബിനെ അനുഗ്രഹിച്ചൊരു ദൈവമുണ്ട്. അവനാവശ്യമായിട്ടുള്ള സകലതും കൊടുത്ത ഒരു ദൈവമുണ്ട്. എന്നാൽ ആ അനുഗ്രഹങ്ങളുടെ മധ്യത്തിൽ ബലിപീഠം പണിത് ദൈവത്തെ ആരാധിച്ചിരുന്ന പരിശുദ്ധരായ പുണ്യപിതാക്കന്മാരായിരുന്നു. ആയതുകൊണ്ട് തന്നെ ഭൗമികമായിരിക്കുന്ന സമ്പത്ത് കൊണ്ട് യഥാർത്ഥമായിരിക്കുന്ന ധനം നേടുവാനായിട്ട് നമ്മൾ ഉത്സാഹിക്കണമെന്നാണ് ഇന്നത്തെ വചനഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ശുദ്ധമുള്ള ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 34-ാമത്തെ വചനത്തിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, നിങ്ങളുടെ നിക്ഷേപങ്ങളെ വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, ഒടുങ്ങാത്ത നിക്ഷേപം നിങ്ങൾ സമ്പാദിക്കുകയില്ല. ചിതലോ പുഴുവോ എടുക്കാത്ത സ്വർഗീയമായിരിക്കുന്ന ഒരു നിക്ഷേപത്തിനു വേണ്ടി യത്നിക്കുന്നവരാകണം നമ്മൾ ഓരോരുത്തരും വചനഭാഗം ഓർമ്മപ്പെടുത്തുകയാണ്. യാക്കോബിന്റെ ലേഖനത്തിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട് 5-ാം അധ്യായത്തിൽ സമ്പത്ത് ക്ഷയിച്ചു പോകും. നമ്മുടെ വെള്ളിയും പൊന്നുമെല്ലാം ക്ഷയിച്ചു പോകുന്ന ഒരു അനുഭവം ഉണ്ടാകും. എന്നാൽ ക്ഷയിക്കാത്ത, നശിച്ചു പോകാത്ത ഒരു സമ്പത്ത്, നിത്യമായിരിക്കുന്ന ഒരു സമ്പത്ത് നേടുവാനായിട്ട് നമുക്കിടയിൽ. അതിന് നമുക്ക് വേണ്ടത് ഈ ഭൂമിയിൽ വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കുക എന്നുള്ളതാണ്. വിശ്വസ്തയോടുകൂടെ ദൈവത്തെ സ്നേഹിക്കുന്ന നല്ല ഭൃത്യന്മാരായി, നല്ല ദാസന്മാരായിട്ട് നമുക്ക് മാറാം. ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുകയാണ്. വ്യക്തിപരമായി എനിക്കറിയാവുന്ന ഒരു മനുഷ്യനുണ്ട്. ഈ ഭൂമിയിൽ ഒത്തിരിയേറെ സമ്പാദ്യം അദ്ദേഹത്തിന്റെ കഠിനാധ്വാനത്തിലൂടെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നേടിയ ഒരു മനുഷ്യൻ. ഇന്ന് വലിയ, അദ്ദേഹത്തിന് പോലും അറിയാത്ത വിധത്തിൽ അദ്ദേഹത്തിന്റെ ബിസിനസ് വളർന്നു വലുതായി. എങ്കിലും സൗമ്യതയോടെ, സ്നേഹത്തോടെ പെരുമാറുന്ന ഒരു നല്ല വ്യക്തി. അതിരാവിലെ വെള്ളവസ്ത്രം ധരിച്ച് പുരോഹിതന്മാർ പോലും ദേവാലയത്തിൽ എത്തുന്നതിനു മുമ്പ് പള്ളിയിലേക്ക് കടന്നുവന്ന് പ്രാർത്ഥിക്കുന്ന, മുൻനിരയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന, വിശുദ്ധ കുർബാനക്രമം കൈകളിലെടുത്ത് വെച്ച് കുർബാനയിൽ സംബന്ധിക്കുന്ന ഒരു മനുഷ്യൻ. തീരുമ്പോൾ സൺഡേ സ്കൂളിൽ പോയി കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു നല്ല അധ്യാപകൻ. സ്നേഹമുള്ളവരെ, ആരുടെയും മുമ്പിൽ പേരെടുക്കാനല്ല, ഒരു പ്രശസ്തിക്ക് വേണ്ടിയിട്ടല്ല, പക്ഷേ ആരെയും കാണിക്കാതെ ഹൃദയങ്ങളെ അറിയുന്ന ദൈവത്തെ കാണുന്ന ഒരു നല്ല മനുഷ്യൻ. നമുക്കും ദൈവം തന്നിട്ടുള്ള അനുഗ്രഹങ്ങളിൽ നിന്ന് നന്മകൾ ചെയ്യുവാനായിട്ട് ഇടയായി തീരണം. നന്മകളിലൂടെ ദൈവത്തെ അന്വേഷിക്കുന്നവരായി തീരാൻ ഇടയായി തീരണം. സമ്പത്ത് അത് നൽകുന്നത് ദൈവമാണ്. എന്നാൽ ഈ സമ്പത്ത് കൊണ്ട് തന്നെ സ്വർഗീയമായിരിക്കുന്ന ഒരു സമ്പത്തിനെ നേടുവാനായിട്ട് നമുക്കിടയായി തീരണം. ആയതിന് ഈ ശുശ്രൂഷ മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.